ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी। मूकं करोति वाचालं पङ्गुं लङ्घायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं। योऽन्धः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयति अखिलशक्तिधरस्वधाम्नां अन्यां च हस्तचरणश्रवणत्वगादीन् प्राणां नमो भगवते पुरुषाय तुभ्यं। जयदं सुरदो पङ्गोर्मम मन्दमतिर्गति मत्सर्वस्य पादाम्बुजो राधामदनमोहनो तमादिदेवं करुणानिधानं तमालवर्णं सुहृदावतारम् अपार संसार समुद्र सेतुं भजामहे भागवत स्वरूपं। परमानंद पाठाय प्रेमवर्षीय क्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोऽस्तु मे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. സോ എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 11-ാമത്തെ അധ്യായം 18-ാമത്തെ ശ്ലോകങ്ങൾ മുതൽക്കാണ്. വാരണേന്ദ്രം പുരസ്കൃത്യ ബ്രാഹ്മണേ സസുമംഗളേ ശംഖതൂര്യാനിനാദേന ബ്രഹ്മഘോഷേണ ചാധൃതാ പ്രത്യുജ്ജഗ്മൂരഥേർഹൃഷ്ട പ്രണയാഗതാ സാധ്വസഃ. വാരണേന്ദ്രസ്കൃത്യ ബ്രാഹ്മണേ സസുമംഗളേ ശംഖതൂര്യാനിനാദേന ബ്രഹ്മഘോഷേണ ചാധൃതാ പ്രത്യുജ്ജഗ്മൂരഥേർഹൃഷ്ട പ്രണയാഗതാ സാധ്വസഃ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാരണേന്ദ്രം പുരസ്കൃത്യ ബ്രാഹ്മണൈ സസുമംഗളൈ ശംഖതൂരേ നിനാദേന ബ്രഹ്മഘോഷേണ ചാധൃതാ പ്രത്യുജ്ജഗ്മൂരഥൈർഹൃഷ്ട പ്രണയാഗത സാധ്വസാ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. പൂക്കളും മറ്റ് മംഗളവസ്തുക്കളും വഹിക്കുന്ന ബ്രാഹ്മണരോടൊപ്പം അവർ രഥങ്ങളിൽ തുടക്കത്തിൽ ഭഗവാന്റെ അടുക്കലേക്ക് ഗമിച്ചു. അവരുടെ മുമ്പിൽ സൗഭാഗ്യ സൂചകങ്ങളായ ആനകൾ ഉണ്ടായിരുന്നു. ശംഖൂതുകയും കാഹളങ്ങൾ മുഴക്കുകയും വേദമന്ത്രങ്ങൾ ഉരുവിടുകയും ചെയ്തിരുന്നു. അപ്രകാരം സ്നേഹസാന്ദ്രമായ ആദരവ് അവർ പ്രകടിപ്പിച്ചു. ഹരേ കൃഷ്ണ. Very good. They hastened toward the Lord on chariots with brahmanas wearing flowers. Before them were elephants, emblems of good fortune. Conch shells and bugles were sounded, and Vedic hymns were chanted. Thus they offered their respects, which were saturated with affection. നമുക്കെല്ലാവർക്കും അറിയാം,
ഭഗവാൻ ഹസ്തിനപുരത്ത് നിന്ന് ദ്വാരകയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ ഔട്ട്സ്കേർട്സിൽ എത്തിയ ഉടനെ ഭഗവാൻ എന്താണ് ചെയ്തത്? ആദ്യം എന്താണ് ചെയ്തത്? എങ്ങനെ അറിയിപ്പിച്ച്? ദ്വാരകവാസികളെ ഞാൻ വരുന്നു എന്ന് എങ്ങനെ അറിയിപ്പിച്ച്? ശംഖനാദം മുഴക്കി അല്ലേ? ഭഗവാന്റെ ശംഖിന്റെ പേരെന്തെന്നാണ്? പാഞ്ചജന്യം. ഇതേ ശംഖ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലും ഭഗവാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കൗരവന്മാർക്ക് എന്താണ് അനുഭവപ്പെട്ടത്? ഭയം. എന്നല്ലേ? അവരുടെ ഹൃദയങ്ങളെല്ലാം ചിന്ന ഭിന്നമായി എന്നാ പറയുന്നത്. ഷാറ്റേർഡ്, ദ ഹാർട്ട്സ് വെർ ഷാറ്റേർഡ് എന്നാ പറയുന്നത്. ഇവിടെ അതേ ശംഖ് വിളിച്ചപ്പോ എല്ലാവരും ആഹ്ലാദത്തോടെ, വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. എപ്പോഴാ വരാന്ന് അറിയുന്നില്ല. ശംഖുനാഥം കേട്ട ഉടനെ എല്ലാവരും ആ സ്ഥലത്ത് നിന്ന് ഇരിക്കുന്നവര് എഴുന്നേറ്റു, കിടക്കുന്നവർ എഴുന്നേറ്റു, വേറെ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിരുന്നവരെല്ലാം എഴുന്നേറ്റ് ഓടി ഭഗവാനെ ദർശിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അതിന്റെ തുടർച്ചയാണ് ഇവിടെ. ദേ ഹേസൻ ടുവേർഡ് ദ ലോർഡ്. ആരെ? ദ്വാരകാവാസികളെ. ഓൺ ചാരിയറ്റ്സ്, രഥങ്ങളില്, വിത്ത് ബ്രാഹ്മണാസ് ബെയറിംഗ് ഫ്ലവേഴ്സ്. ബ്രാഹ്മണന്മാര് ഒരുപാട് പൂക്കളുമായിട്ട്, ഒരുപാട് ഉപഹാരങ്ങളായിട്ട്, വാദ്യഘോഷത്തോട് കൂടിയിട്ട്. അപ്പൊ ഭഗവാനെ നമ്മൾ സ്വാഗതം ചെയ്യുമ്പോൾ, സ്വീകരിക്കുമ്പോൾ എന്തെല്ലാമാണ് നമ്മൾ വളരെ വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു സ്വാഗതമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ഈവൻ അമ്പലങ്ങളിലെ വിശേഷങ്ങൾ, ഇപ്പോൾ ഗുരുവായൂരൊക്കെ അല്ലേ, ഗുരുവായൂർ വിശേഷങ്ങളുള്ള എല്ലാ സമയത്ത് തന്നെ ശിവേലിക്കൊക്കെ ആനപ്പുറത്താണ് ഭഗവാനെ നമ്മുടെ ഉത്സവമൂർത്തിയെ കൊണ്ടുവന്നത്, ശിവേലിക്കൊക്കെ. അങ്ങനെ ഉത്സവ സമയത്ത് എത്ര ഐശ്വര്യപൂർണമായിട്ടുള്ള ആ ഒരു സ്വാഗതമാണ് ഭഗവാന് കൊടുക്കുന്നത്. അതേ മറ്റുള്ള അമ്പലങ്ങളിൽ, ഇപ്പോൾ ശ്രീരംഗമായിക്കോട്ടെ, ജഗന്നാഥ് പുരി ആയിക്കോട്ടെ, എല്ലാ അമ്പലങ്ങളിലും ഭഗവാന്റെ വിശേഷ ദിവസങ്ങളിലെ ഫെസ്റ്റിവൽ സമയത്ത് വളരെ നന്നായിട്ട് ഭഗവാനെ സ്വീകരിക്കുന്നു. അമ്പലങ്ങളെല്ലാം, ക്ഷേത്രങ്ങളെല്ലാം അലങ്കരിക്കുന്നു. അവിടെ പോകുന്ന ഭക്തന്മാരും അതേപോലെ എല്ലാ നല്ല വസ്ത്രങ്ങളെടുത്ത് എല്ലാ ഐശ്വര്യത്തോടുകൂടി പോകുന്നു. നമ്മൾ വീട്ടിലിരുന്ന ആ ഡ്രസ്സോട് നമ്മൾ അമ്പലത്തിൽ പോവാം, ഗുരുവായൂരോ അല്ലെങ്കിൽ മറ്റുള്ള ക്ഷേത്രങ്ങളില്ല. വളരെ ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഭഗവാന് കാണുമ്പോൾ തന്നെ നമ്മൾ നോക്കാൻ തോന്നും. അപ്പൊ ഭഗവാനെ കാണാനുള്ള ഏറ്റവും നല്ല സ്ഥലം, ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാനെ നോക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്നറിയോ? ഭഗവാന്റെ ദർശനം എടുക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഏതാണ്? നമ്മളെല്ലാം ഏറ്റവും മുമ്പിൽ പോയിട്ട് നിൽക്കും അല്ലേ? ഏറ്റവും മുമ്പിൽ പോയിട്ട് നിൽക്കും. എനിക്ക് മാത്രം കാണണം എന്നുള്ളത്. ബാക്കി എല്ലാവരും കണ്ടാലും കണ്ടില്ലും കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും മുന്തി തിരക്കി ഉള്ളിൽ കൂടെ ഒക്കെ കയറി അവിടെ മുമ്പിൽ പോയി നിൽക്കും, ഭഗവാനെ കാണും. അപ്പൊ ഞാൻ ഭഗവാന്റെ നല്ല ദർശനം. പക്ഷെ ഭഗവാൻ നമ്മളെ കണ്ടുവോ? അതറിയില്ല. നമ്മൾ ഭഗവാനെ കാണണോ, ഭഗവാൻ നമ്മളെ കാണണോ? ഏതാണ് വേണ്ടത്? ഭഗവാൻ നമ്മളെ കാണണം. ഭഗവാൻ നമ്മളെ കാണണം. അപ്പൊ നമ്മൾ എവിടെ നിന്നിട്ടായിരിക്കണം കാണുന്നത് ഭഗവാനെ? ചൈതന്യ മഹാപ്രഭു എവിടെ നിന്നിട്ടാണ് ജഗന്നാഥ് പുരിയിലെ ജഗന്നാഥിനെ കാണാറ്? കൊടിമരത്തിന്. എന്താണ് ഇതിന്റെ പ്രാധാന്യം? കൊടിമരത്തിന്റെ അവിടെ എന്താ ഉള്ളത്? എന്ത് സ്തംഭമാണ്? അറിയില്ല. ദീപസ്തംഭമല്ല. അല്ല, ദീപസ്തംഭമല്ല. ഗരുഡ സ്തംഭം. ഗരുഡൻ. ഗരുഡസ്തംഭം. ഗരുഡൻ ഭഗവാന്റെ ആരാണ്? ഗരുഡൻ വാഹനം മാത്രമാണോ? ഭക്തനാണ്. ശുദ്ധ ഭക്തനാണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ അവിടെ ചെന്നിരുന്ന് കാണണം? ഭഗവാനെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഗരുഡസ്തംഭത്തിന്റെ അവിടെ ചെന്നിട്ടാണ് ചൈതന്യ മഹാപ്രഭു. കാരണം എന്താണ് അവിടെ നിന്ന് കാണുന്നത്? അതിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ മഹത്വം എന്താണ്? ഭഗവാനെയും ഭഗവാന്റെ ഭക്തന്മാരെയും ഒരുപോലെയാണ് കാണുന്നത്. കൂടുതൽ സമയം ഉണ്ടാവുക അതായിരിക്കും. ഭഗവാൻ അവിടെ നിന്ന് ക്ഷേത്രത്തിൽ തന്റെ ഭക്തനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭക്തന്റെ അടുത്ത് പോയി നമ്മളെ കാണും. നമ്മളെ നോക്കില്ല, കാരണം നമുക്ക് ആ ഭക്തിയില്ല. പക്ഷെ ശുദ്ധ ഭക്തനെ എപ്പോഴും ഭഗവാൻ നോക്കിയിരിക്കും. അപ്പോ ആയിരക്കണക്കിന് ഭക്തന്മാർ വരുന്ന സമയത്ത് തന്റെ ശരിക്കുള്ള ഭക്തൻ, ശുദ്ധ ഭക്തൻ അവിടെയാണ് ഭഗവാനെ കണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ ഗരുഡൻ നേരിടുന്നു. ആ ഗരുഡനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അത് ഭക്തനാണ്. അല്ലെങ്കിൽ ഹനുമാനായിരിക്കും, ഹനുമാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ശ്രീരാമൻ ഭഗവാൻ. അപ്പൊ അവിടെ പോയി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗരുഡൻ നോക്കിക്കൊണ്ടിരിക്കും അല്ലേ, നോക്കും. അപ്പൊ അതിന്റെ അടുത്ത് നോക്കുമ്പോൾ നമ്മളെ ഭഗവാന്റെ ദർശനത്തിൽപ്പെടും. ബ്രേക്ക് ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ല.
ചെറിയ പ്രശ്നമുണ്ട് തോന്നുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ഓഫാക്കിയാൽ മതി. വീഡിയോ ഒന്ന് ഓഫാക്കിയാൽ ചിലപ്പോ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കണ്ട് പ്രഭു. ഇപ്പൊ ക്ലിയർ ആണ് പ്രഭുജി. ഹരിപ്പോൾ. അപ്പൊ നമ്മള് ഭഗവാന്റെ ഭക്തന്മാരുടെ അടുത്ത് നിന്ന് വീക്ഷിക്കുക, ഭഗവാനെ ദർശിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഗരുഡസ്തംഭത്തിന്റെ അവിടെ പോയിട്ട് ചൈതന്യ മഹാപ്രഭു എപ്പോഴും കാണുന്നത്. എന്തായാലും ഗരുഡനെ നോക്കും, തന്റെ ഭക്തനാണ്. അപ്പൊ ആ സമയത്ത് ഞാനും അവിടെ അടുത്ത വട്ടത്തിലുണ്ടെങ്കിൽ എന്നെയും കാണും എന്നുള്ള ഒരു ഇതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഏറ്റവും മുമ്പിൽ ചെന്നാൽ ഭഗവാനെ ദർശിക്കാം, നല്ലതാണ്, കാര്യം, കുഴപ്പമൊന്നുമില്ല, നമുക്കും കാണണം. പക്ഷെ അതേസമയം ഭഗവാൻ തൻ്റെ ഭക്തനെ കാണുമ്പോൾ എന്നെയും കാണും എന്നുള്ള ആ ഒരു ഇതാണ്, ഒരു എക്സാമ്പിളാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് കാണിച്ചിരുന്നത്. അപ്പം ഭഗവാന്റെ ഓരോ വിശേഷങ്ങൾ, ഇപ്പം ജഗന്നാഥ്പുരിയിലെ വിശേഷങ്ങളുടെ സമയത്ത് എത്ര ആർഭാടമായിട്ട് ഐശ്വര്യപൂർണമായിട്ടാണ് ആ രഥയാത്ര സമയത്തൊക്കെ ജഗന്നാഥിനെയും ജഗന്നാഥ് ബൽദേവ് സുന്ദരമായി സുദർശനെ കൊണ്ടുവരുന്നത്. പാണ്ഡ്യ വിജയം എന്ന് പറയില്ലേ, ആ പാണ്ഡവന്മാരെ വളരെ ഉത്സാഹത്തോടുകൂടി ആട്ടിയിട്ട് കൊണ്ടുവരും. എന്നിട്ട് ഓരോ രഥത്തില് കൊണ്ടുവന്ന് ആസനസ്ഥാക്കും അല്ലെ. എന്നിട്ട് അവിടുന്ന് ജഗന്നാഥ്പുരിന്ന് ഗുണ്ടീച മന്ദിറിലേക്ക് കൊണ്ടുപോകും. വളരെ ആർഭാടം, കീർത്തനവും ഡാൻസും ഡ്രാമയും പലതും നടക്കുന്നുണ്ടാകും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഭഗവാൻ സ്വയമാണ് വരുന്നത്. ഇത് അമ്പലത്തിലെ ഉത്സവമൂർത്തിയാണ്, അല്ലെങ്കിൽ അമ്പലത്തിലെ മൂർത്തികളാണ്. പക്ഷേ ഭഗവാനും മൂർത്തികളും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. അപ്പൊ ഭഗവാന്റെ ഏതൊരു വിശേഷത്തിലും, അത് ക്ഷേത്രത്തിലായാലും ശരി, ഭഗവാൻ ദ്വാപരയുഗത്തിലെ സ്വയം വന്നപ്പോഴായാലും ശരി, എങ്ങനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു, അതേപോലെ നമ്മളുടെ ഇവിടെ ക്ഷേത്രത്തിലും വീട്ടിലും ഭഗവാനെ സ്വാഗതം ചെയ്യണം. ഭഗവാനെ അതേപോലെ ആ ഐശ്വര്യത്തോടെ ആർഭാടത്തോടു കൂടിയിട്ട്, വിത്ത് ഓവൻ റെഫറൻസിനോട് കൂടിയിട്ട് നമ്മൾ ഭഗവാനെ സ്വീകരിക്കണം, സ്വാഗതം ചെയ്യണം, ഗ്രീറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ബ്രാഹ്മണന്മാരെല്ലാം വേദമന്ത്രങ്ങൾ ഉരുവിട്ടിട്ടാണ് ചെയ്യുന്നത്. ഏതൊരു ഹോമത്തിനും യജ്ഞങ്ങൾക്കൊക്കെ ബ്രാഹ്മണന്മാര് വേദമന്ത്രങ്ങൾ ഉരുവിടാറുണ്ട്. എല്ലാം എന്താണ്? ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ ചാരിയറ്റ് ഉണ്ട്, എലിഫൻസ് ഉണ്ട്. അപ്പൊ അന്ന് മുതൽക്ക് തന്നെ, എത്രയോ കാലം, 5000 വർഷം മുതൽക്ക് തന്നെ അമ്പലങ്ങളിലെ ക്ഷേത്രങ്ങളിലെ വിശേഷങ്ങൾക്കെല്ലാം ആനകളെ ഉപയോഗിച്ചിരുന്നു. ഇന്നും നമ്മുടെ ക്ഷേത്രങ്ങളിൽ ആനകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. തൃശ്ശൂർ പൂരത്തിന്, ഗുരുവായൂരിലെ ഉത്സവങ്ങൾക്ക്, ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലെ, എസ്പെഷ്യലി കേരളത്തിലെ എല്ലാ ഉത്സവങ്ങൾക്കും ആന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആനയൊക്കെ നന്നായിട്ട് സജ്ജീകരിച്ച് പിന്നെ നെറ്റിപ്പട്ടും എല്ലാം ഇട്ട് ആ ഭഗവാന്റെ ഉത്സവമൂർത്തി അതിൻ്റെ മീതെ വരുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അതിൽ ചാമര, പീകോക്ക് ഫെദർ ഇതൊക്കെ വീശി ആൾക്കാരുടെ നാമജപത്തോട് കൂടിയിട്ട് ശിവയിൽ വെക്കുന്നതൊക്കെ കാണാൻ അതിന് മനസ്സിന് അത്രയും ഒരു ആനന്ദം പകരുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ ഇവിടെ ദ്വാരകവാസികളെ ആ ഭഗവാനെ കാണാൻ എത്രയോ കാലമായിട്ട് കണ്ടിട്ടില്ല. അവിടുന്ന് വിട്ടു നിൽക്കുകയാണ്. ഭഗവാൻ അസനപുരത്തിലാണ്, അസനപുരത്തിൽ നിന്ന് വരികയാണ്. അപ്പൊ ഇപ്പൊ ഈവൻ നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുക? ഓക്കെ, അപ്പൊ 2 ഘടകമാണ്. നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ, ഗസ്റ്റ് വരുമ്പോൾ 2 ഘടകം. ഒന്ന് ആദരവ്, ഒന്ന് സ്നേഹം, അതായത് ലവ് ആൻഡ് അഫെക്ഷൻ. അപ്പോഴാണ് അതിൻ്റെ നമ്മുടെ വേദിക് സംസ്കൃതി അല്ലെങ്കിൽ വേദിക് സഭ്യത അനുസരിച്ച് നമുക്ക് അവരെ റിസീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലവ് ആൻഡ് അഫെക്ഷൻ വേണം, ആരായാലും ശരി. അപ്പോൾ 6 തരത്തിലുള്ള ആൾക്കാർ, എസ്പെഷ്യലി നമ്മളെല്ലാം ഗൃഹസ്ഥ ആശ്രമത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഗൃഹസ്ഥ ആശ്രമത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ എങ്ങനെ നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളെ അല്ലെങ്കിൽ ഭക്തന്മാരെ സ്വീകരിക്കണം, ഏത് തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്, ഇതും പ്രഭുപാദ പറഞ്ഞിട്ടുണ്ട്. പ്രഭുപാദ പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മുടെ വീട്ടിലെ വൈരി എന്ന് പറഞ്ഞ ശത്രുക്കള്, അസൂയുള്ള ആൾക്കാർ വരും, ദ്വേഷമുള്ള ആൾക്കാർ വരും ഇല്ലേ. അപ്പൊ അവരെയും നമ്മള് ആദരവപൂർവം സ്വീകരിക്കണം, ദേഷ്യത്തോടുകൂടിയ. അപ്പൊ അങ്ങനെ നമ്മൾ വിത്ത് ലവ് ആൻഡ് അഫെക്ഷൻ, ആദരവും അതേപോലെ സ്നേഹം കൊണ്ട് നമ്മൾ സ്വീകരിക്കണം. അവരുടെ ശത്രുത മാറി കിട്ടുന്ന പറയുന്നത്. അവരെ ഈവൻ നമ്മളുടെ ഉത്തമ സുഹൃത്തുക്കളാക്കി മാറും. ഇത്രയൊക്കെ ശത്രുത വെച്ചിട്ടും അവര് നമ്മളെ ഇത്രയും നന്നായിട്ട് സ്വീകരിക്കുന്നുണ്ടല്ലോ, എന്തിനാണ് വെറുതെ
ആ ശത്രുത വെച്ച് പുലർത്തുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ നല്ല ഉത്ത സുഹൃത്തുക്കളാക്കി മാറും. അപ്പോൾ വൈരികൾ വരുമ്പോൾ സ്നേഹത്തോടു കൂടിയും ആദരവോടു കൂടിയും അവരെ സ്വീകരിക്കണം. അപ്പൊ പിന്നെ വരുന്നത് അതിഥി. അതിഥി പറഞ്ഞാൽ തിഥി പറയാതെ വരുന്ന ആൾക്കാർ, ഡേറ്റ് നമ്മളവിടെ മുൻകൂട്ടി പറയാതെ വരുന്ന ആൾക്കാർ അതിഥി. അപ്പോൾ അതിഥികളെ നമ്മൾ സ്വീകരിക്കുമ്പോഴും വളരെ സ്നേഹത്തോടു കൂടി, അറ്റ്ലീസ്റ്റ് വീട്ടിൽ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് വന്ന് ആസനം കൊടുക്കുക, നല്ല വാക്കുകൾ പറയുക, അറ്റ്ലീസ്റ്റ് വെള്ളം കുടിക്കാൻ കൊടുക്കുക. അപ്പോൾ അവരെ വളരെ നന്നായിട്ട് നമ്മൾ ആദരവപൂർവ്വം നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ അതിഥി പറഞ്ഞാൽ വിളിക്കാതെ മുൻകൂട്ടി നമ്മളെ അറിയിക്കാതെ വരുന്ന ആൾക്കാരാണ്. റീസെൻ്റ്ലി ഞങ്ങളുടെ വീട്ടിൽ അബുദാബിയിൽ നിന്ന് കുറച്ച് ഭക്തന്മാർ വരുന്നുണ്ടായി, ഒരു ഗ്രൂപ്പ് 10-25 ഭക്തന്മാർ. അപ്പം നമുക്ക് 3-4 ഭക്തന്മാർ വരുന്ന അറിയുന്ന അവർ 10-25 ആൾക്കാർ വരുന്നു, പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ എങ്ങനെയും ഉള്ളത് കൊണ്ട് നമ്മളെങ്ങനെയൊക്കെ അവരെ സേവ ചെയ്യാൻ ശ്രമിച്ചു. അപ്പം നമ്മൾ അറിയാതെ ഇൻഫോം ചെയ്യാതെ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അപാകതകൾ ഉണ്ടായിരിക്കും. എങ്കിലും മാക്സിമം അവർ നമ്മൾ സ്വീകരിക്കുമ്പോൾ, സ്വാഗതം ചെയ്യുമ്പോൾ സ്നേഹത്തോടു കൂടിയും ആദരവോടുകൂടിയും നമ്മൾ സ്വാഗതം ചെയ്യണം അതിഥികളെ. പിന്നെ വരുന്നത് നമ്മൾ ഭക്തന്മാരെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഭക്തന്മാരെ വീട്ടിലേക്ക് പ്രസാദത്തിനോ വേറെ വല്ല കാര്യത്തിനോ എന്തെങ്കിലും പ്രോഗ്രാം ഉള്ള സമയത്ത്, എന്തെങ്കിലും ഫെസ്റ്റിവലിൻ്റെ സമയത്ത് നമ്മൾ ഭക്തന്മാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ക്ഷണിക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ കാരണം നമ്മൾ വിളിച്ചു വരുന്ന അതിഥികളാണ്. ആ സമയത്ത് നമ്മൾ വളരെ കെയർഫുള്ളോട് കൂടിയിട്ട് ആദരവോടുകൂടി സ്വീകരിക്കണം, അവരെ ബഹുമാനിക്കണം, അവർക്ക് പ്രസാദം കൊടുക്കണം. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളുടെ കഴിവിനനുസരിച്ച് ആൾക്കാരെ വിളിക്കുക. നമുക്കൊരു 20 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ അത്ര പേരെ വിളിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ ഒരു 100 പേരെ വിളിച്ചാൽ ശരിക്കും ചില സമയത്ത് അപരാധങ്ങൾ വരും. കാരണം അവർക്ക് നമുക്ക് എല്ലാവരെയും കയറെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആദ്യം ശത്രുക്കളെ ആദരവോടും സ്നേഹത്തോടും വിളിക്കുക, പിന്നെ അതിഥികളെ, പിന്നെ ഇൻവൈറ്റഡ് ഗസ്റ്റിനെ, അത് കഴിഞ്ഞാൽ പിന്നെ ഭക്തന്മാരെ, നമ്മൾ ഡിവോട്ടീസിന്. ഇപ്പോൾ സാധാരണ എല്ലാ ആൾക്കാരെയും നമ്മുടെ വിശേഷ ദിവസങ്ങൾ വിളിക്കാറില്ല. എസ്പെഷ്യലി ഡിവോഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് അവർക്ക് ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആവില്ല. അപ്പോൾ ഡിവോട്ടീസിനെ വിളിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി അവരെ സേവനം ചെയ്യണം. പിന്നെ ഗുരു, പിന്നെ അതേപോലെ ആചാര്യന്മാർ. സാധുജനങ്ങൾ വരുമ്പോൾ വളരെ നന്നായിട്ട് സ്വീകരിക്കണം. ഈവൻ സാധുജനങ്ങളും ആചാര്യന്മാരൊക്കെ വരുമ്പോൾ ഭഗവാനെ സ്വീകരിക്കുന്ന അതേപോലെ തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഭഗവാനും സാധുജനങ്ങളും തമ്മിൽ യാതൊരു അന്തരവുമില്ല എന്നാണ് പറയുന്നത്. ഈവൻ പ്രഭുപാദ പറയുന്നത്, നമ്മളിപ്പോൾ ആരതി ചെയ്യാണ്, ഭഗവാന്റെ സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആരതി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഗുരു മഹാരാജ് വരികയാണ്, അല്ലെങ്കിൽ ഒരു ആചാര്യൻ വരികയാണ്, നമ്മൾ ആരതി നിർത്തിയിട്ട് അവരെ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. ആരതി ഉടനെ അവിടെ നിർത്തണം, ആരതി നിർത്തിയിട്ട് അവരെ സ്വീകരിക്കണം. അത്രയും ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഗുരുജനങ്ങളെ, ആചാര്യന്മാരെ ഇവരെല്ലാം വരുന്ന സമയത്ത് അത്രയും നമ്മളെ അവർ ആദരവപൂർവ്വം നമ്മൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഭഗവാൻ സ്വയം, നമ്മുടെ വീട്ടിൽ ഭഗവാൻ എങ്ങനെ വരിക? നമ്മുടെ വീട്ടിൽ ഭഗവാൻ വരുന്നുണ്ടോ? ഡേറ്റി ആയിട്ട്, ശ്രീ വിഗ്രഹമായിട്ട് അല്ലേ? അപ്പോൾ ഭഗവാനെ നമ്മുടെ വീട്ടിലേക്ക് വെൽക്കം ചെയ്യുമ്പോൾ, വെൽക്കമിങ് സെറമണി, ഭഗവാന്റെ ഡേറ്റീസ്, രാധാകൃഷ്ണ ഡേറ്റീസ്, രാധാ മദൻ മോഹൻ ഡേറ്റീസ്, രാധാ ഗോവിന്ദ ഡേറ്റീസ്, ഗൗര നിത്തായ്, ജഗന്നാഥ് ബൽദേവ് സുദ്രമയി, ശ്രീ പ്രഭുപാദ്, ഇവരൊക്കെ ഡേറ്റി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ വെൽക്കം ചെയ്യാം. അപ്പം ഈ സമയത്തൊക്കെ നമ്മൾ വളരെ ഐശ്വര്യപൂർവ്വം ഇവരെ സ്വീകരിക്കണം. അതേപോലെ നമ്മുടെ ആരതി ചെയ്യുന്ന സമയത്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സാമഗ്രികൾ കൊണ്ട് വേണം നമ്മൾ ആരതി ചെയ്ത് ഭഗവാനെ സ്വീകരിക്കാൻ. അപ്പോൾ ഇവിടെ ഭഗവാൻ സ്വയം ഹസ്തനപുരത്ത് നിന്ന് വരികയാണ് ദ്വാരകയിലേക്ക്. അപ്പം എല്ലാവരും എന്തെല്ലാം ജോലി ചെയ്യുന്നു അതെല്ലാം നിർത്തി ഉടനെ ഭഗവാനെ റിസീവ് ചെയ്യാൻ പോയി. അപ്പം ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത് ബ്രാഹ്മണന്മാർ വേദമന്ത്രങ്ങൾ ഉരുവിട്ട രഥങ്ങളിലെ പൂക്കളും മറ്റ് സാമഗ്രികളും ഉപഹാരങ്ങളുമായിട്ട് പോകുന്നു. അതിൽ എല്ലാ വാദ്യോപകരണങ്ങളും ഉണ്ട്. കോൺഷെൽസ് ഉണ്ട്. കോൺഷെൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ ഒരു ശുഭകരമായിട്ടുള്ള ഒരു ഇതാണ്. കോൺഷെൽ ഭഗവാന്റെ ഏതു കാര്യത്തിലും
ആദ്യം തുടക്കത്തിന് മുമ്പേ ഒരു ഓസ്പീഷ്യസ് സെറിമണി തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ എന്താണ് ശംഖനാദം മുഴക്കും. And Vedic hymns were chanted, thus they offered their respects which were saturated with affection. അത്രയും സ്നേഹവും അത്രയും ആദരവാണ് ഭഗവാനോട്. So the Vedic way of receiving a great personality creates an atmosphere of respect which is saturated with affection and veneration for the person received. അപ്പോൾ ഭഗവാനും ഭഗവാന്റെ ശുദ്ധഭക്തന്മാരും വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒരേ തുല്യമായിട്ട് ഭഗവാനെ എങ്ങനെ നമ്മൾ ആദരവ് കൊടുക്കുന്നു അതേപോലെ ഭഗവാന്റെ ശുദ്ധഭക്തന്മാർക്കും അതേ ആദരവോടുകൂടി നമ്മൾ റിസീവ് ചെയ്യണം. The auspicious atmosphere of such a reception depends on the paraphernalia described above, including conch-shelled flowers, incense, decorated elephants, and the qualified brahmanas reciting verses from the Vedic literatures. Such a program of reception is full of sincerity on the part of both the receiver and the received. അപ്പൊ നമ്മള് ഭഗവാനെ സ്വാഗതം ചെയ്യുന്നു, അതേപോലെ ശുദ്ധഭക്തന്മാരെ സ്വാഗതം ചെയ്യുന്നു. ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ്പുരിയിലായിരുന്നു 18 വർഷം. ഓരോ വർഷവും ജഗന്നാഥ് രഥയാത്ര സമയത്ത് 4 മാസം ബംഗാളിൽ നിന്ന് ഡിവോട്ടീസ് വരും. ചൈതന്യ മഹാപ്രഭു സ്വയം അലർനാഥ് ടെമ്പിളിന്റെ അവിടെ പോവും. അവിടെ ചെന്നിട്ട് റിസീവ് ചെയ്യുക. ഓരോരുത്തരെയും ചൈതന്യ മഹാപ്രഭു സ്വയം മാലയിട്ട് സ്വീകരിക്കും. അവർ പുതിയ ആൾക്കാരെ മറ്റുള്ള ഡിവോട്ടീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓരോരുത്തരെയും പ്രത്യേകം. എന്നിട്ട് അവർക്കുള്ള താമസിക്കാനുള്ള സൗകര്യം, സാധനത്തിനുള്ള സൗകര്യം, ഇതിന്റെ വ്യവസ്ഥകളെല്ലാം ചൈതന്യ മഹാപ്രഭു സ്വയം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓരോ ഭക്തന്മാർക്കും 4 മാസം ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ സംഘം കിട്ടും അവർക്കെല്ലാം. അപ്പൊ അവരുടെ ആനന്ദം ആ സമയത്ത് ആദ്യം രൂപ സനാതന ഗോസ്വാമി അതേപോലെ മറ്റുള്ള എല്ലാവരും വരുമ്പോൾ ആദ്യം കാണുന്നത് രൂപ സനാതന ഗോസ്വാമി തീർച്ചയായിട്ടും ജഗന്നാഥ്പുരിയിൽ പോകാറില്ല. മറ്റുള്ള ഭക്തന്മാർ വരുമ്പോൾ നേരെ കാണുന്നത് ആദ്യം ആരാണ്? ചൈതന്യ മഹാപ്രഭുവിനെയാണ്. എന്നിട്ടാണ് ആരെ കാണാൻ പോകുള്ളൂ? ജഗന്നാഥനെ കാണാൻ പോകുള്ളൂ. അപ്പൊ ചോദിക്കും, എന്താണ് ജഗന്നാഥനെ കണ്ടില്ല? പക്ഷെ ഞങ്ങളുടെ കാലുകളെ ഇങ്ങോട്ടാണ് ആകർഷിച്ചത്. ജഗന്നാഥും ചൈതന്യ മഹാപ്രഭുവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ട ശേഷമാണ് പിന്നെയാണ് ജഗന്നാഥ്പുരിയിലെ ജഗന്നാഥനെ കാണാൻ പോവുക. അങ്ങനെ വളരെ നന്നായിട്ടാണ് ഈവൻ ചൈതന്യ മഹാപ്രഭു. അപ്പൊ നമുക്കൊക്കെ ഈ വേദിക് സംസ്കൃതി പഠിപ്പിച്ചതിനാണ് ചൈതന്യ മഹാപ്രഭു എങ്ങനെ ഭക്തന്മാരെ സ്വീകരിക്കണം. അതേ സമയത്ത് ദക്ഷയാഗത്തില് നമുക്കറിയാം, സതീദേവിയെ അവിടെ സ്വാഗതം ചെയ്തില്ല, ശിവഭഗവാനെ സ്വാഗതം ചെയ്തില്ല. അതിന്റെ അനന്തരഫലം എന്തായി നമുക്കറിയാം അല്ലെ? ദക്ഷയാഗം മുഴുവനെ പ്രശ്നമായി. അപ്പൊ സ്വാഗതം ചെയ്തില്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശുഭ അവസരത്തിൽ, ഓസ്പീഷ്യസ് ഒക്കേഷനിൽ നമ്മളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തിട്ടില്ലെങ്കിൽ, അതിന് ശരിക്ക് എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അനന്തരഫലം നമുക്ക് തന്നെ അനുഭവിക്കേണ്ടി വരും. നമ്മള് ചിലർ പ്രവാദ പറയുന്നുണ്ട്, നമ്മൾ ഏതൊരു സാധുവിനെ കണ്ടാലും ഉടനെ നമ്മള് പ്രണാമം ചെയ്യണം. അത് വൈഷ്ണവ സാധു അല്ല. ഇപ്പോൾ മറ്റ് സമ്പ്രദായത്തിലെ സാധു ജനങ്ങളെ കണ്ടാലും നമ്മൾ വണങ്ങണം, നമ്മൾ അവരെ പ്രണാമം ചെയ്യണം. പക്ഷെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് വൈഷ്ണവ സമ്പ്രദായത്തിലെ സന്യാസിമാരായിട്ട്. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്ന സിദ്ധാന്തം വൈഷ്ണവ സിദ്ധാന്തമാണ്. നമ്മളത് അങ്ങനെ വണങ്ങിയിട്ടില്ലെങ്കിൽ ദേശകാലപാത്രം അനുസരിച്ച് നമുക്ക് ചില മാറ്റങ്ങൾ വരുത്താം. അങ്ങനെ അതിന് സൗകര്യം ഉണ്ടായി നമ്മൾ പഞ്ചാംഗ പ്രണാമം അല്ലെങ്കിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ടില്ലെങ്കിൽ ശ്രീല പ്രഭുപാദ പറയുന്നത് നമ്മൾ അന്ന് ഫാസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത്രയും ഇമ്പോർട്ടൻസ് ആണ് സാധുജനങ്ങൾ കൊടുക്കുന്നത്, ഭക്തന്മാർ കൊടുക്കുന്നത്. അന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല, കാരണം നമ്മൾ ചെയ്യേണ്ട ആ ഒരു ഇത് ചെയ്തില്ല, അതുകൊണ്ട് നമ്മൾ അന്ന് ഫാസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഭഗവാനെ സ്വീകരിക്കുമ്പോഴും അതേപോലെ ഭഗവാന്റെ ഭക്തന്മാരെ സ്വീകരിക്കുമ്പോഴും നമ്മൾ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ വേദിക് സംസ്കൃതി നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താണ് നമ്മൾ കാണുന്നത്? ഇന്നത്തെ കാലത്ത് ഒരാളെയും ശരിക്കും മാനിക്കുന്നില്ല, ആദരവ് കാണിക്കുന്നില്ല അല്ലെ? വലിയ വലിയ ആൾക്കാരൊക്കെ വരുമ്പോൾ, മുമ്പത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ വീട്ടിലെ സ്ത്രീകൾ പുറത്തേക്ക് വരില്ല പുരുഷന്മാർ വരുന്ന സമയത്ത്. ഇന്നത്തെ കാലത്ത്
എല്ലാവരും വന്ന് കാലും കയറ്റി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ സൊസൈറ്റി സമൂഹത്തിൽ കാണുന്ന ഇതാണ്. ഒരാളെയും ആ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഏജിന്റെ പ്രിഫറൻസും കൂടിയും കൊടുക്കുന്നില്ല. തന്നിൽ വയസ്സിൽ മൂത്തതാണ്, ആ ഒരു പ്രിഫറൻസും കൂടി നമ്മൾ കൊടുക്കുന്നില്ല. ഇത് എവിടെയാണ് ഇതിന്റെ പിഴവ്? നമ്മൾ വീട്ടിലെ അച്ഛനമ്മമാര് ശരിക്കും മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഇതാണ് വേദിക് സംസ്കൃതി എന്ന് കുട്ടികൾ കൂടി പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം അച്ഛനമ്മമാരുടെയാണ്. അത് നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളത് ആചരിക്കുക. നമ്മളുടെ മക്കൾക്കും വേണ്ടുന്ന, നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന, ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സനാതന ധർമ്മത്തിന്റെ ആ മൂല്യം നമ്മൾ ഒരു തരത്തിലും അതിനെ മറക്കാൻ പാടില്ല. അതെപ്പോഴും ഫോളോ ചെയ്യാൻ തന്നെ നമ്മൾ ശ്രമിക്കണം. ടെക്സ്റ്റ് 19. വാരമുഖ്യസ്യ സദസോ യാനസ്തദ് ദർശനോത്സുകാം ലസത് കുണ്ഡല നിർഭാതാം കപോലാവദനശ്രിയാം. വാരമുഖ്യസ്യ സദസോ യാനസ്തദ് ദർശനോത്സുകാം ലസത് കുണ്ഡല നിർഭാത കപോലാവദനശ്രിയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാരമുഖ്യാച്ച സദസ്യോ യാനസ്തത് ദർശനോത്സുകാഃ ലസത് കുണ്ഡല നിർപാത കപോലവദന ശ്രിയാഃ. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീലപ്രഭാതിക്ക് ജയ്. അതേസമയം നൂറുകണക്കിന് പേരുകെട്ട വേശ്യകൾ വിവിധ വാഹനങ്ങളിൽ മുന്നോട്ടു പോകുവാൻ തുടങ്ങി. അവരെല്ലാവരും ഭഗവാനെ ദർശിക്കുവാൻ അത്യുത്സുകരായിരുന്നുവെന്ന് മാത്രമല്ല, അവരുടെ സുന്ദരമായ വദനങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന കുണ്ഡലങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നതിനാൽ അവ അവരുടെ നെറ്റിയുടെ സൗന്ദര്യം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ഹരേ കൃഷ്ണ. Very good. At the same time, many hundreds of well-known prostitutes began to proceed on various vehicles. They were all very eager to meet the Lord, and their beautiful faces were decorated with dazzling earrings which enhanced the beauty of their foreheads. ആ സമയത്ത് ബ്രാഹ്മണന്മാരും മറ്റ് സദ്ബന്ധുക്കളും മറ്റ് ഡിവോട്ടീസും അല്ലാതെ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് prostitutes also went to receive the God, have the darshan of the Lord. ഇത് നമുക്ക് ചിലപ്പോൾ എസ്പെഷ്യലി ഈ ഭാഗവതത്തിൽ ഇതിനെപ്പറ്റി എന്തിനാണ് വിവരിക്കുന്നത് ചിലപ്പോൾ സംശയം തോന്നാം. അങ്ങനത്തെ ആ തൊഴിൽ ഉപജീവനമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ അവരും കൂടി ഭഗവാനെ സേവിക്കാൻ പറ്റും. ഭഗവാനെ സേവിക്കാൻ ഒരു നിയമത്തിൻ്റെയും അധീനത്തിൽ വരേണ്ട ആവശ്യമില്ല. ആർക്ക് വേണം ഭഗവാനെ സേവിക്കാം. അന്നത്തെ കാലത്തും ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഒരു സൊസൈറ്റിയുടെ സെക്ഷൻ. അന്ന് ഒരു സൊസൈറ്റിയുടെ സെക്ഷൻ മാത്രമാണ്. ഇന്ന് ലിറ്ററലി എല്ലാവരും അങ്ങനെയാണ്. അത്ര വ്യത്യാസമുണ്ട്. അപ്പോൾ അവർക്കും ഓൾ ഇൻക്ലൂസീവ് ആണ്. ഭഗവാൻ പറയുന്നില്ല ബ്രാഹ്മണന്മാർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ക്ഷത്രിയന്മാർക്ക് മാത്രമേ, എല്ലാവർക്കും ഭഗവാനെ ആർക്ക് വേണമെങ്കിൽ സമീപിക്കാം. ഇപ്പോൾ അന്നത്തെ കാലത്ത് ഈ തരത്തിലുള്ള ആൾക്കാരുണ്ട്, ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് വെച്ചാൽ അന്നും ഉണ്ടായിരുന്നു. നമുക്കറിയാം 4 യുഗങ്ങളാണ് അല്ലേ. 4 യുഗങ്ങളിൽ 4 പ്രധാനപ്പെട്ട മൂല്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ യുഗത്തിന്റെ പ്രോഗ്രസ് അനുസരിച്ചിട്ട് ഓരോ മൂല്യങ്ങളും ച്യുതി വന്നു. എന്താണ് 4 മൂല്യങ്ങൾ? 4 പ്രിൻസിപ്പിൾസ്. സത്യം, തപ, ധ്യാനം, ത്രേതായുഗം യജ്ഞം, ദ്വാപരയുഗം മൂർത്തി സേവ, കലിയുഗം നാമസങ്കീർത്തനം. ഓക്കെ. സത്യം, തപ, ശൗച്യം, ദയ. ആദ്യത്തെ യുഗം ഏതാണ്? സത്യയുഗം. സത്യയുഗത്തിന്റെ അവസാനമായപ്പോഴേക്കും ഒരു മൂല്യം ച്യുതി സംഭവിച്ചു. ഏതായിരുന്നു അത്? തപസ്. അപ്പോ എന്താണ് അതിന്റെ ഇടയിൽ കയറിക്കൂടിയത്? ഓസ്റ്റെറിറ്റി നഷ്ടപ്പെട്ടപ്പോ എന്ത് പാപമാണ് കയറിക്കൂടിയത്? സത്യയുഗത്തിന്റെ അവസാനമായപ്പോഴേക്കും ഓസ്റ്റെറിറ്റി, തപസ്സിന്റെ ആ മൂല്യച്യുതി സംഭവിച്ചു. അപ്പോൾ ആ തപസ് മൂല്യച്യുതി സംഭവിച്ച സമയത്ത് എന്ത് പാപമാണ്
അതായത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ലേ, അതിൽ ഒരു പാപകർമ്മം അതിൽ കയറി കൂടി സത്യയുഗത്തിന്റെ അവസാനമായപ്പോഴേക്കും. എന്താണത്? ഉം? സത്യം. സത്യം സത്യമല്ല, സത്യമല്ല, കള്ളം. ഓസ്ട്രിറ്റിയാണ് നഷ്ടപ്പെട്ടത് സത്യയുഗത്തില്. സത്യയുഗത്തില് എല്ലാം നല്ലതായിരുന്നു, പക്ഷെ മെജോറിറ്റി പ്രിഡോമിനേറ്റഡ് ബൈ ഓൾ ഗുഡ് ക്വാളിറ്റീസ്. പക്ഷേ അപ്പോഴുണ്ടായിരുന്നു ചെറുതായിട്ടുള്ള മൈന്യൂട്ട് ഡിഗ്രിയിലെ മറ്റുള്ള പാപങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പ്രിഡോമിനേറ്റഡ് ബൈ ഗുഡ് ക്വാളിറ്റീസ്. അതാണ്, മറ്റുള്ള കാര്യങ്ങൾ പാപകർമ്മങ്ങൾ വളരെ കുറവായിരുന്നു. സത്യയുഗം കഴിഞ്ഞ് ത്രേതായുഗം വന്നപ്പോൾ 3 ക്വാളിറ്റീസ് പ്രിഡോമിനേഷൻ. അപ്പോഴും മറ്റുള്ള കാര്യങ്ങൾ കുറേശ്ശെ അതിന്റെ ഡിഗ്രി കൂടി, അത്രേ ഉള്ളൂ. അപ്പൊ സത്യയുഗത്തില് തപസ്സിന് ചുതി വന്നപ്പോ ഇൻടോക്സിക്കേഷൻ, നശ. എന്താണ് നശ? ഇൻടോക്സിക്കേഷൻ. അതേപോലെ ത്രേതായുഗത്തില് എന്താണ് നഷ്ടപ്പെട്ടത്? ഏത് ക്വാളിറ്റിയാണ്, ഏത് മൂല്യമാണ്? ദയാണ് പ്രഭു. ദയ. ത്രേതായുഗത്തില് ദയ എന്നുള്ള മൂല്യം ചുതി സംഭവിച്ചു. അപ്പൊ എന്താണ് കയറിക്കൂടിയത്? ഏത് പാപകർമ്മങ്ങളാണ് കയറിക്കൂടിയത്? ഹിംസ, മീറ്റ് ഈറ്റിംഗ്, അല്ലേ? അതേസമയം ദ്വാപരയുഗത്തില് ഏത് മൂല്യമാണ് നഷ്ടപ്പെട്ടത്? ശൗച്യം. അപ്പൊ എന്ത് കയറിക്കൂടി? ഇല്ലിസിറ്റ് റിലേഷൻ, ഇല്ലിസിറ്റ് സെക്സ്, അല്ലേ? അതാണ് ഇവിടെ. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? ദ്വാപരയുഗത്തില്. അപ്പോൾ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ എന്താണ്? ഇല്ലിസിറ്റ് റിലേഷൻസ്. നമ്മൾ ജീവിക്കുന്ന ഈ കലിയുഗത്തിൽ തീർച്ചയായിട്ടും എന്താണ് സത്യം? അതായത് എന്താണ് സത്യം പറഞ്ഞാൽ ഗാംബ്ലിംഗ് ആണ് കൂടുതൽ. അതാണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. ട്രൂത്ത് ആൾസോ ഷേക്കിംഗ്. അപ്പൊ അങ്ങനെ 4 യുഗത്തിനും 4 മൂല്യങ്ങള് നശിച്ചു. ആ 4 പാപകർമ്മങ്ങളും കയറിക്കൂടി. ഇപ്പോ കലിയുഗത്തിലെ ഈ 4 പാപകർമ്മങ്ങളാണ്. സൊസൈറ്റി 4 പില്ലേഴ്സിലാണ് നിൽക്കേണ്ടത് മൂല്യത്തിന്റെ, പക്ഷെ ആ മൂല്യങ്ങളില്ല. സൊസൈറ്റി ഇപ്പൊ നിൽക്കുന്നത് ഒരു കാലിലാണ്. അതായത് ഒരു പശു 4 കാലിൽ നിൽക്കേണ്ട സ്ഥലത്തെ ഒരു കാലിലാണ്. അതിങ്ങനെ ഷിവറിങ്, അല്ലേ? അതാണ്. അപ്പോ ദ്വാപര യുഗത്തിലെ ആണ് ഈ ഇത് സീന്. ദ്വാരയുഗത്തിന് ആൾറെഡി പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, വേശ്യാലയങ്ങളും കാര്യങ്ങളും. പക്ഷെ അന്ന് ഇതെല്ലാം സമൂഹത്തിന് പുറത്താണ്. ഈ സൊസൈറ്റിക്ക് പുറത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് അതിനു വേണ്ടുന്നുള്ള സജ്ജീകരണങ്ങൾ വെച്ചു. അങ്ങനെ തമോ ഗുണത്തില് ജീവിക്കുന്ന ആൾക്കാർക്ക്, ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്, സൊസൈറ്റിയിൽ യാതൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു റെഗുലേറ്റഡ് അറേഞ്ച്മെന്റ് നടത്തിയതാണ്. അപ്പോൾ അന്ന് ഈവൻ ദ്വാരകയില് ഭഗവാൻ ഉള്ള സമയത്തും ഈ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അത് ഒരു ഫ്രീ ലൈസൻസ് ആയിരുന്നില്ല. പക്ഷെ അത് അവരുടെ, എന്തുകൊണ്ടാണ് അങ്ങനത്തെ ജനങ്ങൾ ഉണ്ടായിരുന്നത്? അവരുടെ കർമ്മത്തിന്റെയും ആഗ്രഹത്തിന്റെയും അടിസ്ഥാനത്തിൽ അവരെല്ലാം തമോ ഗുണത്തിലും അതിലും താഴ്ന്ന നിലവാരമുണ്ടായിരുന്നു. കർമ്മത്തിന്റെ അനുസരിച്ച് അവർക്ക് അങ്ങനെ ജന്മം കിട്ടി, അങ്ങനെ തൊഴിൽ സ്വീകരിച്ചു. ഭഗവാൻ അങ്ങനത്തെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യില്ലേ? അക്സെപ്റ്റ് ചെയ്യും. ഭഗവാൻ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യും. സമൂഹം സർവഭൂതേഷു നമ്മെ ദേശസ്തി നാ പ്രിയ എന്ന് പറയുന്നു. എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യും. എല്ലാ ജീവജാലങ്ങളും എനിക്ക് ഈക്വലാണ്. ഓരോരുത്തരും ജനിച്ചിരിക്കുന്ന ഓരോരുത്തരും അവരുടെ ഏത് കുലത്തിലാണോ, ഏത് യോനിയിലാണോ, ഏത് വർണ്ണത്തിലാണോ ഇതെല്ലാം അവരുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഭഗവാൻ ഈ പ്രകൃതി നിയമത്തിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യില്ല. ആ പ്രകൃതി എന്താണോ നിയമം വിചാരിക്കുന്നത് അത് അതിന്റെ പാട്ടിൽ പോകും. ഭഗവാൻ ഉള്ള സമയത്താണ് ശരി, ഇല്ലാത്ത സമയത്താണ് ശരി. ആ സമയത്ത് ഇങ്ങനത്തെ ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരും ഉണ്ടായിരുന്നു. ഈവൻ അവർക്കും
ഭഗവാനെ പ്രാർത്ഥിക്കാം. ശൂദ്ര മഹാജൻ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ, അല്ലെ? മഹാജൻ, സാധാരണ മഹാജനങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാരായിട്ടുള്ള, അങ്ങനെ. ഇപ്പൊ ശൂദ്രന്മാരായിട്ടുള്ള ആ കുലത്തിൽ ജനിച്ച ആൾക്കാരും അവർക്കും മഹാജനാവാം. അവർക്ക് ഈ ക്വാളിറ്റീസ്, യോഗ്യത ഉണ്ടെങ്കിൽ. അപ്പൊ ശൂദ്ര കുടുംബത്തിൽ ജനിച്ചു എന്ന പേരിൽ അവർക്ക് ഒരു ശുദ്ധ ഭക്തനാവാതിരിക്കാനോ അല്ലെങ്കിൽ ഒരു മഹാജനാവാനോ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും. അപ്പോ ഏത് കുലത്തിൽ ജനിച്ചു, ഏത് വർണ്ണത്തിൽ ജനിച്ചു, ഏത് സാഹചര്യത്തിൽ ജനിച്ചു അല്ല ഇവിടെ നോക്കുന്നത്. പ്രഹ്ലാദ് മഹാരാജ് അസുര കുടുംബത്തിലല്ല ജനിച്ചത്, ശുദ്ധഭക്തനായില്ലേ? നമ്മുടെ ശീലപ്രഭുപാദ് ഇവിടെ പോയി, എവിടെ? അമേരിക്കയിൽ പോയി 1965. ആരെയാണ് ആദ്യം സംഘം ഉണ്ടായിരുന്നത്? ഹിപ്പീസായിട്ട്. അവർ ചെയ്യാത്ത പ്രവൃത്തികളൊന്നുമില്ല, പാപകർമ്മങ്ങളൊന്നുമില്ല. അവരെയും കൂടി നല്ല ഭക്തന്മാരാക്കി മാറ്റി, സന്യാസി വര്യന്മാരാക്കി മാറ്റി, ആചാര്യന്മാരാക്കി മാറ്റി. അവരെന്തേ പോലെ തന്നെയാണ്. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അന്ന് ഒരു സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ കാലത്ത് ഈവൻ ഗവൺമെന്റ് നിയമം കൊണ്ടിരിക്കുന്നു ലിവിങ് ഇൻ റിലേഷൻഷിപ്പ്. കല്യാണം കഴിക്കാൻ തന്നെ സ്ത്രീ പുരുഷൻ ബന്ധം ചെയ്യാം, അതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുന്നു. ഇത് വേശ്യാവൃത്തി അല്ലാണ്ട് എന്താണ്? ഓപ്പൺ ആണത്. അപ്പൊ അന്നൊരു സെക്ഷൻ ഓഫ് സൊസൈറ്റി ഉണ്ടായിരുന്നു. ഇന്ന് ലിറ്ററലി എല്ലാവരും അതേപോലെയാണ്. മുമ്പത്തെ കാലത്ത് നമുക്കറിയാം ജമദഗ്നി രേണുക, അല്ലേ? ഈ സ്റ്റോറി അറിയാം. ജമദഗ്നി എന്ന് പറഞ്ഞാൽ പരശുരാമന്റെ അച്ഛൻ, രേണുക പരശുരാമന്റെ അമ്മ. അതായത് ഹോമയജ്ഞാദികൾക്ക് വേണ്ടിയിട്ട് ജലം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞേച്ചാണ് രേണുകെ ജമദഗ്നി. പക്ഷെ അവിടെ ഗന്ധർവന്മാരുടെ കുളി കണ്ട് വിഹരിച്ചു. കുറച്ചു നേരം ലേറ്റായി വന്നു. ഇത് ധ്യാനത്തില് ഇവിടെ ജമദഗ്നി മനസ്സിലാക്കി. അത്രേ ചെയ്തിട്ടുള്ളൂ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ജസ്റ്റ് മനസ്സുകൊണ്ട് ഒന്ന് ആനന്ദിച്ചു ഗന്ധർവന്മാരെ കണ്ട്. അതിനെന്താണ് ശിക്ഷ കൊടുക്കാൻ പറഞ്ഞത് പരശുരാമനോട്? നമുക്കറിയാം, അല്ലേ? അപ്പൊ ഈവൻ മെന്റലി നമ്മളൊന്ന് പൊല്യൂട്ടഡ് ആയിട്ടുള്ളൂ അവിടെ. അത് ആ മെന്റൽ പൊല്യൂഷനാണ്. അത്രയും വലിയ ശിക്ഷയാണ്. ഇന്നെന്താണ്, എല്ലാവരും ഫ്രീ മിംഗ്ലിംഗ് ആണ്. യാതൊരു ഇതുമില്ല, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനും ഇല്ല, യാതൊരു നിയമം ഫോളോ ചെയ്യുന്നില്ല. എല്ലാവർക്കും എന്തും എപ്പോ വേണമെങ്കിൽ ചെയ്യാന്നുള്ളതാണ്. എല്ലാം ഓപ്പൺലി അലൗഡ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു കലികാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ പർപ്പോട്ടിൽ പ്രഭാത പറയുന്നുണ്ട്, വില്ലമംഗലം ഠാക്കൂറിന്റെ ചിന്താമണിയെ പറ്റി പറയുന്നുണ്ട്. ഈവൻ അങ്ങനെ ആ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ ഒരു ഗുരുവായി മാറി വില്ലമംഗലത്തിന്റെ, അല്ലെ? നമുക്ക് പർപ്പോട്ടിൽ നോക്കാം, അപ്പൊ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. വി മേ നോട്ട് ഹേറ്റ് ഈവൻ ദ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഇഫ് ദേ ആർ ഡിവോട്ടീസ് ഓഫ് ദ ലോർഡ്. അപ്പോൾ അവർ ആ തൊഴിൽ ചെയ്യുന്നു എന്നതുകൊണ്ട് നമുക്ക് അവരെ ഹേറ്റ് ചെയ്യാൻ പാടില്ല, വെറുക്കാൻ പാടില്ല, അവരും ഭഗവാന്റെ ഭക്തന്മാരാണെങ്കിൽ. സത്യകാമ ജപാലി, എനിക്ക് ആ കഥ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, നിങ്ങൾക്ക് അറിയാതിരിക്കാം. സത്യകാമ ജപാലി എന്ന് പറഞ്ഞാൽ ഒരു ഋഷിവര്യനാണ്. ചെറുപ്പകാലത്ത് അദ്ദേഹം ഗുരുകുലത്തിൽ ജോയിൻ ചെയ്യാൻ പോയി. ഗുരുകുലത്തില് ഗൗതമ ഋഷിയുടെ ഗുരുകുലത്തിൽ ജോയിൻ ചെയ്യാൻ പോയപ്പോൾ ഗൗതമ ഋഷി ചോദിച്ചു, ഏത് ഗോത്രമാണ്, ആരുടെ മകനാണ്? അപ്പൊ തനിക്കറിയില്ല. അമ്മയോട് ചോദിച്ചു വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോ ഈ സത്യകാമ അമ്മയുടെ അടുത്ത് പോയി അങ്ങനെ ഗുരുകുലത്തിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഗുരുവര്യൻ ചോദിക്കുന്നു, ഏത് ഗോത്രമാണ്, ആരാണ് എൻ്റെ പിതാവെന്ന്. അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ ആശ്രമത്തിൽ ദാസിയായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് പുരുഷന്മാരായിട്ട് ബന്ധമുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കറിയില്ല ഏത് പുരുഷന്റെ മകനാണ് നീ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു മാത്രമേ അറിയുള്ളൂ, നീ എൻ്റെ മകനാണ്, എൻ്റെ അമ്മ ഞാനാണ്, ഇത്ര മാത്രമേ അറിയുള്ളൂ. ആരാണ് പിതാവ് എന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞു. ആ സത്യം പറഞ്ഞതുകൊണ്ട് അതേപോലെ തന്നെ ഗൗതമ ഋഷിയുടെ അടുത്ത് പോയി പറഞ്ഞു, ആര്? ഈ സത്യകാമ. അപ്പൊ പറഞ്ഞു, നീ ബ്രാഹ്മണന്റെ മകനാണ്. എന്തുകൊണ്ട്? സത്യം പോലെ തന്നെ പറഞ്ഞു. അത് ഒളിച്ചു വെച്ചില്ല. വേണമെങ്കിൽ ഒളിച്ചു വെക്കാമായിരുന്നു, പക്ഷെ ഒളിച്ചു വെച്ചില്ല. അതുകൊണ്ട് താൻ ബ്രാഹ്മണനാണ്
അതുകൊണ്ട് ഞാൻ ആ ഹോണസ്റ്റി, സത്യസന്ധതയ്ക്ക് കാരണം ഞാൻ തന്നെ ഇവിടെ ഈ ആശ്രമത്തിൽ ചേർക്കുന്നു. അങ്ങനെ വലിയൊരു ഋഷിവര്യനായി മാറി അദ്ദേഹം. അപ്പൊ അങ്ങനൊരു കഥയുണ്ട് അല്ലെ. അപ്പൊ ഹോണസ്റ്റി, ബ്രാഹ്മണന്മാരുടെ ആ ഗുണമാണ് ഹോണസ്റ്റി. ബ്രാഹ്മണന്റെ ക്വാളിറ്റീസ് പറ്റിയിട്ട് നമ്മുടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ഏതെല്ലാം ഗുണങ്ങളാണ് ബ്രാഹ്മണന്മാർക്ക് ഉള്ളതെന്ന്. ആർക്കെങ്കിലും അറിയും എന്താണെന്ന് ശ്ലോകം എന്ന്? സമോദമസ് തപസ് ശൗചം ശാന്തിരാർജവമേവച ജ്ഞാന വിജ്ഞാന മാസ്തിക്യം ബ്രഹ്മ കർമ്മ സ്വഭാവജം. ഇതാണ് ശ്ലോകം. ഓക്കെ. സമോ ദമസ് തപസ് ശൗചം. സമം എന്ന് പറഞ്ഞാൽ പീസ്ഫുൾനെസ്. ദമസ് പറഞ്ഞാൽ സെൻസ് കൺട്രോൾ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുക. തപസ് പറഞ്ഞാൽ ഓസ്റ്ററിറ്റി, തപസ്യ. ശൗചം എന്ന് പറഞ്ഞാൽ ശുദ്ധി, ക്ലൻലിനെസ്. ശാന്തിർ ആർജവം ഏവച്ച. ശാന്തിർ എന്ന് പറഞ്ഞാൽ ടോളറൻസ്. ആർജവം എന്ന് പറഞ്ഞാൽ ഓണസ്റ്റി, സത്യസന്ധത. ഏവച്ച തുടങ്ങിയ കാര്യങ്ങള്. ജ്ഞാന വിജ്ഞാന മാസ്തിക്യം. ജ്ഞാനം വിജ്ഞാനം നമുക്കറിയാം. ജ്ഞാനം വിജ്ഞാനം, ഒന്ന് തിയറിറ്റിക്കൽ നോളജ്, ഒന്ന് റിയലൈസ് നോളജ്. ആസ്തിക്യം എന്ന് പറഞ്ഞാൽ ധർമ്മം, റിലീജിയോസിറ്റി. ബ്രഹ്മ കർമ്മ സ്വഭാവജം. ഇതാണ് ബ്രാഹ്മണന്മാരുടെ സ്വഭാവം. അപ്പൊ ഇവിടെ സത്യകാമ ജപാലി എന്താണ്, ഏത് ക്വാളിറ്റിയാണ് അവിടെ പ്രകടിപ്പിച്ചത്? സത്യം, സത്യസന്ധത. അതുകൊണ്ടാണ് പറഞ്ഞത് സത്യസന്ധത ബ്രാഹ്മണന്റെ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് നീ ഒരു ബ്രാഹ്മണന്റെ മകനാണെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ബ്രാഹ്മണന്മാർക്കും ക്ഷത്രിയന്മാർക്കും മാത്രമാണ് അന്ന് വേദങ്ങൾ പഠിക്കാനുള്ള ഒരു അലവൻസ് ഉണ്ടായിരുന്നുള്ളൂ, സൗകര്യം ഉണ്ടായിരുന്നു? എന്തുകൊണ്ട് വൈശ്യർക്കും അതേപോലെ ശൂദ്രർക്കും സ്ത്രീകൾക്കും ഇതിനുള്ള അവകാശം സാധാരണ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല? പക്ഷെ അവർക്ക് പഠിക്കാം. പക്ഷെ സാധാരണ ജനറൽ റൂളായിരുന്നു വൈശ്യ ശൂദ്ര സ്ത്രീ. ഇതിൽ പറയുന്നുണ്ട്, നമ്മുടെ ഭാവത്തിൽ പറയുന്നുണ്ട്, അവർക്ക് ഇത് പഠിക്കാനുള്ള ഒരു അവസരം സാധാരണ രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വിലക്കൊന്നുമില്ല, പഠിക്കാം, പഠിച്ചാൽ പാപം സംഭവിക്കാനൊന്നുമില്ല, അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ പഠിക്കാം. പക്ഷെ വൈശ്യർക്ക് അവരുടെ എന്താണ് പ്രൊഫഷൻ? വൈശ്യരുടെ പ്രൊഫഷൻ എന്താണ്? ഗോസംരക്ഷണം, കൃഷി, ബിസിനസ്. വാണിജ്യം അല്ലേ? കൃഷി. അവര് കൃഷിയിലും ഗോരക്ഷണത്തിലും ബിസിനസ്സിലും ഇടപെട്ട് ജീവിക്കുന്നതാണ്. ബിസിനസ്സിൽ എന്താണ് നമുക്ക് ആഗ്രഹം? കൂടുതൽ കൂടുതൽ ധനം ആർജിക്കണം അല്ലെ, കൂടുതൽ കൂടുതൽ പൈസ സമ്പാദിക്കണം. അങ്ങനെ കൂടുതൽ കൂടുതൽ പൈസ സമ്പാദിക്കണം എന്ന ആഗ്രഹം വെച്ചിട്ട് ഉള്ള ആൾക്കാർക്ക് ഈ വേദങ്ങൾ പഠിച്ചാൽ ശരിയാവില്ല. കാരണം അവരുടെ ബുദ്ധി ആ തലത്തിലല്ല. പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം. അതുകൊണ്ട് വേദങ്ങളുടെ അവരെ ദുരുപയോഗിക്കും. ചിലപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള അത് മാത്രം എടുക്കും, ബാക്കിയെല്ലാം തിരിക്കും, അതിനെ ദുരുപയോഗിക്കും. അതുകൊണ്ട് വൈശ്യർക്ക് സാധാരണ വേദങ്ങൾ പഠിക്കണ്ട എന്നാണ് പറയുന്നത്. അതേപോലെ ശൂദ്രർക്ക് അവർ ഏത് ഗുണത്തിലാണ് ശൂദ്രര്? തമോ ഗുണത്തിൽ. തമോ ഗുണത്തിലുള്ള വ്യക്തിക്ക് ഈ വേദങ്ങൾ മനസ്സിലാവോ? അതിനുള്ള ബുദ്ധിയില്ല. അപ്പൊ അതുകൊണ്ട് അവരും പഠിക്കണ്ട. പിന്നെ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പറ്റില്ല? സ്ത്രീകള് സാധാരണ വീട്ടു ജോലികളിൽ മുഴുകി ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അവർക്കും അതിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ കഴിവില്ല. അതുമല്ല, അവരും അതിനെ ദുരുപയോഗിക്കും. കാരണം വെച്ചാൽ വേണ്ടുന്നത് മാത്രമാണ് എടുക്കുള്ളൂ, അതായത് അനുകൂലമായിട്ട് മാത്രം എടുക്കും, മറ്റത് എടുക്കില്ല. അതായത് അവർക്ക് അനുകൂലമായിട്ടുള്ളത്. എന്നാൽ ഇത് ആർക്കാണ്? സാധാരണ ഉള്ള ഒരു ഇതാണ്, നിയമമാണ്. പക്ഷേ ആർക്ക് വേണമെങ്കിൽ വേദങ്ങൾ പഠിക്കാം, യോഗ്യത ഉണ്ടെങ്കിൽ. നമ്മുടെ സത്വഗുണത്തിലേക്ക് വരണമെന്ന് മാത്രം. തമോ ഗുണത്തിലും രജോ ഗുണത്തിലും ഇത് പഠിക്കാൻ പറ്റില്ല. അത് പുരുഷനായാലും ശരി, സ്ത്രീ ആയാലും ശരി, ആരാണെങ്കിലും ശരി, നമ്മൾ തമോ ഗുണത്തിലും രജോ ഗുണത്തിലാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റില്ല. അതിനെ ദുരുപയോഗിക്കും.
നമ്മൾ മിനിമം വേദങ്ങള് ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ സത്വഗുണത്തിൽ വരണം. അപ്പൊ ഒരു ഡിവോട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വർണ്ണമൊന്നും അവരെ ബാധിക്കുന്നില്ല. നമ്മൾ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചാലും ശരി, വൈശ്യ കുടുംബത്തിലോ ക്ഷത്രിയ കുടുംബത്തിലോ ശൂദ്ര കുടുംബത്തിലോ ജനിച്ചാലും ശരി, ഒരു ഡിവോട്ടി ആണെങ്കിൽ നമ്മൾ ആ വൈഷ്ണവ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. യാതൊരു നിബന്ധനകളും അവിടെ ഇല്ല. അപ്പോ ഇവര് വേശ്യമാരാണെങ്കിലും കൂടിയിട്ട് ഡിവോട്ടി ആണെങ്കിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം. അതാണ് പ്രഭുപാദ് പറഞ്ഞത്, വി മേ നോട്ട് hate even the prostitutes if they are devotees. Even to date, there are many prostitutes in great cities of India who are sincere devotees of the Lord. By tricks of chance, one may be obliged to adopt a profession which is not very adorable in society, but that does not hamper one in executing devoted service to the Lord. അവരുടെ കർമ്മപരനുസരിച്ച് അവർ അങ്ങനത്തെ ഒരു പരിസ്ഥിതിയിൽ ജനിച്ചു, അങ്ങനത്തെ ഒരു കുലത്തിൽ ജനിച്ചു, അങ്ങനത്തെ ഒരു തൊഴിൽ ജീവിക്കേണ്ടി വരുന്നു. പക്ഷെ അത് ഭഗവാനെ ഉപാസിക്കുന്നതിന് യാതൊരു വിഘ്നമാവരുത് എന്നാണ് പറയുന്നത്. സൊസൈറ്റിയില് അതിന് അത്ര നല്ല അഭിപ്രായമല്ല എങ്കിലും കൂടി ഭഗവാനെ പ്രാർത്ഥിക്കാൻ യാതൊരു നിബന്ധനകളും ഇല്ല. അത് ഈവൻ ഇതിലൊരു ശ്ലോകം ഉണ്ട്, വെച്ചിട്ടുണ്ട് ഭാഗവതത്തില്, അതും കൂടി വായിക്കാം. കാണുന്നുണ്ട് എല്ലാവരും? കിരാട്ട ഹുനാന്ദ്ര പുളിന്ദ പുൽക്കസ ആഭീര ശുംഭ യൗവന കസാദയ യേ അന്യച പാപയത് അപാശ്രയശ്രയ ശുദ്ധ്യന്തി തസ്മൈ പ്രഭ വിഷ്ണുവേ നമഃ എന്നാണ് പറയുന്നത്. കിരാട്ട, ഹൂണ, ആന്ധ്ര, പുളിന്ദ, പുൽക്കശ, ആഭിര, ശുംഭ, യൗവന, members of Khasa races and even others addicted to sinful acts can be purified by taking shelter of the devotees of the Lord due to his being the supreme power. I beg to offer my respectful obeisances unto him. ഭാഗവത്തിലാണ് ശ്ലോകമാണ്. അപ്പൊ ഇവരെല്ലാം ഈ പറയുന്നില്ല, ഇവരെല്ലാം ഈവൻ ശുദ്രന്മാർക്കും താഴെയാണ്. യവന എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ്, ആ സ്ഥലത്ത് ജനിച്ച ആൾക്കാരെ മീറ്റ് ഈറ്റേഴ്സ്. അപ്പൊ ഇന്ന് നമ്മളെല്ലാവരും യവനന്മാരാണ്, കാരണം മിക്ക ആൾക്കാരും മീറ്റ് ഈറ്റേഴ്സ് ആണ്. മ്ലേച്ഛാസ് പറഞ്ഞാൽ വേദിക് സംസ്കൃതി ഫോളോ ചെയ്ത ആൾക്കാർ, യൂറോപ്യൻസ്, അമേരിക്കൻസ്, പാശ്ചാത്യ ദേശത്തുള്ള ആൾക്കാർ. അപ്പോൾ ഇവർക്കൊക്കെ ഭഗവാനെ പ്രാപിക്കാൻ പറ്റും. ഇവർക്കൊക്കെ ഇപ്പൊ എത്ര താഴ്ന്ന യോനിയിലും എത്ര താഴ്ന്ന വംശജരായാലും ശരി, അവർക്കെല്ലാം ഭഗവാനെ പ്രാപിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. എപ്പോ ഇഫ് ദ ടേക്ക് ഷെൽട്ടർ ഓഫ് ദ ഡിവോട്ടീസ് ഓഫ് ദ ലോർഡ്, ഭഗവാന്റെ ഭക്തന്മാരുടെ ശരണം പ്രാപിച്ചാൽ അവർക്കെല്ലാം ഭഗവാനെ പ്രാപിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ ഒരാളെയും, അപ്പൊ എന്താണ് ചുരുക്കത്തിൽ പറയുന്നത്, ഓൾ ഇൻക്ലൂസീവ് ആണ്, ഒരാളെയും മാറ്റി നിർത്തുന്നില്ല. എത്ര പാപിയാണ് ശരി. ജഗായ് മതായിക്കും കൂടി ചൈതന്യ മഹാപ്രഭു വഴിച്ചു കൊടുത്തു. ആരുടെ കാരണം? നിത്യാനന്ദ പ്രഭു കാരണം. അപ്പൊ അവര് ആരെ ആശ്രയിച്ചു? നിത്യാനന്ദ പ്രഭുവിനെ ആശ്രയിച്ചു, ഭഗവാന്റെ ഡിവോട്ടി. ഇവിടെയും അതാ പറയുന്നത് ഭാഗവത്തിലും, ഭഗവാന്റെ ഭക്തന്മാരെ ആശ്രയിച്ചാൽ അവർക്കും ആ ഉത്തമ ഭക്തിയിലേക്ക് വരാൻ പറ്റും എന്നാണ് പറയുന്നത്. So it is understood here with that even in those days, about 5,000 years ago, there were prostitutes in a city like Dwaraka where Lord Krishna resided. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, ഈവൻ അന്നത്തെ കാലത്ത് ദ്വാരകയില് ഈ സെക്ഷനിലുള്ള ആൾക്കാരുണ്ടായിരുന്നു, തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. This means that prostitutes are necessary citizen for the proper upkeep of society. അങ്ങനെ അത് ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ കാമാസക്തിയോട് കൂടിയിട്ട് തമോ ഗുണത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ പറഞ്ഞു വേദവാക്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നന്നാക്കാൻ പറ്റില്ല. അവരത് ചെയ്തിരിക്കും. അപ്പോൾ സൊസൈറ്റിയിൽ മാലിന്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു റെഗുലേഷൻ, ഒരു പെർമിഷൻ, റെഗുലേറ്റഡ് പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് സൊസൈറ്റി, ഐ മീൻ ഗവൺമെന്റ്. അപ്പൊ അത് ഒരു ബ്ലാങ്കറ്റ് ചെക്കല്ല. എല്ലാവരും നല്ല ആൾക്കാരെ അതിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. അതാണ് ഇവിടെ പ്രഭുപാദ് പറയുന്നത്, ദ ഗവൺമെന്റ് ഓപ്പൺസ് വൈൻ ഷോപ്സ് ബട്ട് ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഗവൺമെന്റ് എൻകറേജസ് ദ ഡ്രിങ്കിങ് ഓഫ് വൈൻ.
വൈൻ ഷോപ്പ് തുറന്നു വെക്കുന്നുണ്ട്. ഇതിന്റെ അർത്ഥം ഇത് ഓപ്പൺ ആയിട്ട് എല്ലാവരും എൻകറേജ് ചെയ്യല്ല. റെഗുലർ ഇത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലിസിറ്റ് ആയിട്ട് അവര് ഇത് ചെയ്യും. അപ്പൊ അത് സൊസൈറ്റിക്ക് കൂടുതൽ പ്രശ്നം വരുള്ളൂ, കൂടുതൽ പ്രോബ്ലംസ് വരുള്ളൂ. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈസൻസോടുകൂടി പെർമിറ്റോട് കൂട്ടിയിട്ട് റെഗുലേഷൻ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് സമ്മതിച്ചു കൊടുക്കുന്നത്. The idea is that there is a class of men who will drink at any cost, and it has been experienced that prohibition in great cities encourage illicit smuggling of wine. ഇപ്പൊ സ്മഗ്ലിംഗ് നടത്തുന്നു, നമ്മള് അതിന് സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ അവര് illicit വേസിൽ അത് കൊണ്ടുവരും. Similarly, men who are not satisfied at home require such concessions, and if there is no prostitute, then such low men will induce others into prostitution. അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഇല്ലെങ്കിൽ മറ്റുള്ള നല്ല വിഭാഗത്തിലുള്ള ആൾക്കാരെയും കൂടി ഇതിനെ ബാധിക്കും. ഇത് തീർച്ചയായിട്ടും ഒരു അലവൻസ് അല്ല, ഇതൊരു തുറന്ന ഒരു പെർമിഷൻ അല്ല, ഇത് റെഗുലേഷൻസ് ആണ്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിന്റെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. It is better that prostitutes be available in the marketplace so that the sanctity of society can be maintained. It is better to maintain a class of prostitutes than to encourage prostitutes within the society. സൊസൈറ്റിയിലെ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ എന്റർടൈൻ ചെയ്യുന്നതിനേക്കാളും ഭേദം ഇങ്ങനത്തെ ഒരു സെക്ഷൻ ഓഫ് സൊസൈറ്റി അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം, ഗവൺമെന്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ബാക്കി എല്ലാവർക്കും നല്ലത് എന്നാണ് പറയുന്നത്. The real reformation is to enlighten all people to become devotees of the Lord, and that will check all kinds of deteriorating factors of life. Srila Billamangala Thakura, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, a great acharya of the Vishnu Swami Vaishnava sect, in his householder life was overly attached to a prostitute who happened to be a devotee of the Lord. നമുക്കറിയാം കൃഷ്ണ കർണാമൃതം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭജൻസും പ്രാർത്ഥന പോയംസും ഇതെല്ലാം എഴുതിയിട്ടുള്ള ഇതാണ്, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ള അല്ലെ ആ ബില്ലമംഗല ഠാക്കൂർ. ആ സ്റ്റോറി എത്രയോ നല്ല നല്ല പ്രാർത്ഥനയാണ്, കൃതികളാണ് അല്ലെ ബില്ലമംഗൽ ഠാക്കൂർ. അദ്ദേഹം എങ്ങനെയായിരുന്നു, അതിന് കാമാസക്തി കൊണ്ട് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ അച്ഛൻ മരിച്ച് ആ സമയത്ത് തന്നെ അത് കഴിഞ്ഞ ചടങ്ങ് കഴിഞ്ഞ ഉടനെ ഭയങ്കര ഘോര മഴ, കാറ്റും കോളുമെല്ലാം സമയത്ത് ഇതെല്ലാം വകവെക്കാണ്ട് നദി കടന്നു. അത് ഒരു മരക്കഷ്ണം വിചാരിച്ചിട്ട് അതിനെ ആശ്രയിച്ച് നദി കടന്നു നോക്കുമ്പോൾ അത് ശവമായിരുന്നു. അതേപോലെ വള്ളിയാന്ന് വിചാരിച്ചിട്ട് പാമ്പിന്റെ മുകളിൽ കയറിയിട്ട് ആ വേശ്യാലയത്തിൽ എത്തി ആ സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ട് ചിന്താമണി. ആ ചിന്താമണി പറഞ്ഞു, ഇത്രയും ആ ഒരു ലൗല്യം, ആ ഒരു എന്താ പറയാ, അത്രയും ആഗ്രഹം, തീവ്രമായിട്ടുള്ള ആഗ്രഹം ഭഗവാനോട് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഭഗവത് പ്രാപ്തി കിട്ടുമായിരുന്നില്ലേ? അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കണ്ണ് തുറക്കുന്നു. അപ്പൊ ആ ചിന്താമണിയെ തന്റെ ഗുരുവായിട്ട് സ്വീകരിച്ചു. ഈവൻ അങ്ങനെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്കും കൂടിയും ഒരു ഗുരുവായി മാറാൻ പറ്റും എന്നാണ്. അപ്പൊ ആ ചിന്താമണിയെ പറ്റിയിട്ട് പല സ്ഥലത്തും തന്റെ കൃതികളുടെ ബില്ലമംഗൽ ഠാക്കൂർ പറയുന്നുണ്ട്. വീണ്ടും അത് വിട്ട് പോവാണ്. വൃന്ദാവനത്തേക്ക് പോകുന്ന സമയത്ത് വീണ്ടും ഒരു സ്ത്രീയെ കാണുന്ന സമയത്ത് വീണ്ടും കാമാസക്തി വരുന്നു. അപ്പൊ ഈ കണ്ണാണല്ലോ ഇതിന്റെ കാരണം എന്ന് പറഞ്ഞ് ആ സ്ത്രീ അത് കഴിഞ്ഞ് 2 പിന്ന് മേടിച്ചിട്ട് കണ്ണ് കുത്തി പൊട്ടിക്കുന്നു. കണ്ണ് കൊണ്ടാണല്ലോ ഞാൻ ഇതെല്ലാം കാണുന്നത്, അപ്പൊ ഇനി കണ്ണിനേക്കോ അങ്ങനെ ഭൗതിക ലോകത്തുള്ള ഒരു സൗന്ദര്യം കാണണ്ട, എനിക്ക് ഭഗവാനെ മാത്രം ഉൾക്കണ്ണുകൊണ്ട് കണ്ടാൽ മതി. അതും കൂടിയും കഴിഞ്ഞപ്പോൾ ഭഗവാൻ വളരെ വളരെ പ്രീതിപ്പെട്ടു. സ്വയം ഭഗവാൻ തന്നെ ബാലനായിട്ട് വന്ന് വൃന്ദാവനത്തില് സേവ ചെയ്യാൻ തുടങ്ങി. ആരെ? ബില്ലമംഗലം ഠാക്കൂറിനെ. അങ്ങനെ ഒരു നല്ലൊരു ഭക്തനായി മാറി. നല്ല കൃതിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്, കൃഷ്ണ കർണാമൃത അല്ലെ. അപ്പൊ അതാണ് ഇവിടെ ബില്ലമംഗല ഠാക്കൂറിനെ പറ്റിയിട്ട് പറയുന്നത്. So she said to Thakura Billamangala that his attraction for the flesh and bone of an insignificant woman like her would be properly utilized if it could be diverted to the devoted service of the Lord to achieve attraction for the transcendental beauty of the Lord. It was a momentous hour for the Thakura, and he took a turn towards spiritual realization by the words of the prostitute. Later on, the Thakura accepted the prostitute as his spiritual master. And in several places,
of his literary works, he has glorified the name of Chintamani, who showed him the right path. In the Bhagavad Gita 9.32, the Lord says, O son of Pritha, even the law-born Chandalas and those who are born in a family of unbelievers and even the prostitutes shall attain perfection of life. And if they take shelter of the unalloyed devotional service to me, because in the path of devotional service, there are no impediments due to degraded birth and occupation. The path is open for everyone who agrees to follow it. About Bhagavad Gita 9.32, Bhagavan പറയുന്നത് മാം ഹി പാർത്ഥാവ് വ്യപാശ്രിത്യ ഏപിഷു പാപയോനയ സ്ത്രീയോ വൈശ്യസ്തഥാ ശൂദ്രസ് തേപി യാന്തി പരാം ഗതിം. O son of Pritha, those who take shelter in me, though they be of lower birth, women, Vaishyas, merchants, and Shudras, workers, can attain the supreme destination. അപ്പോൾ യാതൊരു നിയമവും ഇല്ല അവിടെ. ആർക്കും വേണ്ടും ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാം, ഭഗവത് പ്രാപ്തി ലഭിക്കാം എന്നാണ് ഡിവോഷൻ. ദാറ്റ് ഇസ് ഓൺലി ക്രൈറ്റീരിയ. So it appears that the prostitutes of Dwaraka, who were so eager to meet the Lord, were all his unalloyed devotees. And thus they were all on the path of salvation, according to the above version of the Bhagavad Gita. About devotees, they are progressing. അവർ ഏത് തൊഴിൽ ചെയ്ത് ജീവിച്ചാലും ശരി, they are progressing. പക്ഷെ നോൺ ഡിവോട്ടീസ് അവർ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തോട്ടെ, അവർക്ക് ഭഗവാനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അവര് ഒരിക്കലും ഭഗവാന്റെ അടുത്തേക്ക് പോവില്ല. എത്രയോ ജന്മങ്ങൾ എടുക്കേണ്ടി വരും അവർക്ക് ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇവരെ എത്ര താഴേക്കിടയിലുള്ള പാപകർമ്മങ്ങളുടെ ചെയ്യുന്ന ഭക്തന്മാരാണെങ്കിലും കൂടിയിട്ട് അവര് പ്രോഗ്രസീവ് പാത്തിലാണ്, അവർ ഭഗവാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അഭക്തന്മാരെ ഭഗവാനിൽ നിന്ന് പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്, പിന്നോട്ടാണ് പോകുന്നത്. അതാണ് വ്യത്യാസം. എത്ര നല്ല ആൾക്കാരും ശരി, എത്ര നല്ല സ്വഭാവം, എത്ര നല്ല ചാരിറ്റബിൾ മൈൻഡെങ്കിലും കൂടിയിട്ട് അവര് ഭഗവാനിൽ നിന്നും അകന്നു പോകുന്നു. ഭക്തന്മാര് എത്ര തന്നെ പാപകർമ്മങ്ങൾ ഏറ്റാണ് ശരി, അവര് ഭഗവാനിലേക്ക് അടുത്തു പോകുന്നു. കാരണം ഡിവോഷൻ കാരണം അവരുടെ പാപകർമ്മങ്ങൾ കുറഞ്ഞു വരുന്നു. ഡിവോഷൻ ഇല്ലാത്തത് കൊണ്ട് അവരുടെ ഭൗതിക തലത്തിലുള്ള ആസ്വാദനം കൂടിക്കൂടി വരുമ്പോൾ പുനരപി ജനനം പുനരപി മരണം, ഈ ജന്മ മൃത്യു ജരാ വ്യാധി കൂടെ വീണ്ടും വീണ്ടും നമുക്ക് കടന്നു പോകേണ്ടി വരും. അതാണ് വ്യത്യാസം. So therefore, the only reformation that is necessary in society is to make an organized effort to turn the citizen into devotees of the Lord. And thus, all good qualities of the denizens of heaven will overtake them in their own way. അപ്പോൾ ഉപരിലോകത്തിലുള്ള സ്വർഗലോകത്തിലുള്ള അങ്ങനത്തെ ഉപരിലോകത്തിലുള്ള ആ ഭക്തന്മാർ ഡെനിസൻസ്, അവരുടെ ക്വാളിറ്റീസ് നമുക്കും കിട്ടും. On the other hand, those who are non-devotees have no good qualification whatsoever. However, they may be materially advanced. ഭൗതികതയിൽ അവർ വലിയ ആൾക്കാരായിരിക്കാം, ഓക്കെ, സ്കോളേഴ്സ് ആയിരിക്കാം, ഫിലോസഫേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, ഭൗതിക തലത്തിൽ PhD പോസ്റ്റ് ഡോക്ക് ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഭഗവാനിൽ വിശ്വാസമില്ലെങ്കിൽ അത് എന്താണ്, എത്ര ക്വാളിഫിക്കേഷൻ ആയാലും എല്ലാം സീറോ ആണ്. ഓക്കെ, ഒരുപാട് സീറോ. ഓക്കെ, BA ഒരു സീറോ, ഓക്കെ, MA അനദർ സീറോ, MBA അനദർ സീറോ, PhD അനദർ സീറോ, പോസ്റ്റ് ഡോക്ക് അനദർ സീറോ. അങ്ങനെ എത്ര വലിയ ഇതുണ്ട് ശരി, അല്ലെങ്കിൽ ഞാൻ ഇത്ര വീട് വെച്ച് കൊടുത്തു, ഇത്ര ധനം കൊടുത്തു, ഇതെല്ലാം സീറോ സീറോ. പക്ഷെ ഭഗവാൻ ഉണ്ടെങ്കിൽ മാത്രം അതിന് മുമ്പേ ഒരു 1 വരുള്ളൂ. ഭഗവാൻ ഇല്ലെങ്കിൽ ഇതെല്ലാം വെറും സീറോ മാത്രം. സീറോ ഹാസ് നോ വാല്യൂ. അപ്പോ നമുക്ക് 1, ഈ സീറോന്റെ മുമ്പേ 1 വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ ആഡ് ചെയ്യണം. അതിത്ര വേണ്ടു. അല്ലാണ്ട് എത്ര മെറ്റീരിയൽ അഡ്വാൻസ് ആയാലും ശരി, എത്ര വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇതെല്ലാം ആഡിങ് സീറോ വിതൗട്ട് ദ ഡിജിറ്റ് 1. So the difference is that the devotees of the Lord are on the path of liberation, whereas the non-devotees are on the path of further entanglement in the material world. See, so striking, അല്ലെ? ഈ ഒരു പ്രഭാത റിപ്പോർട്ട് വളരെ സ്ട്രൈക്കിംഗ് ആണ്, വളരെ പഞ്ചിങ് ആണ്. കാരണം ഡിഫറൻസ് ഈസ് ദാറ്റ് ദ ഡിവോട്ടീസ് ഓഫ് ലോർഡ് ആർ ഓൺ ദ
പാത്ത് ഓഫ് ലിബറേഷൻ. ഭഗവാന്റെ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ അവര് മുക്തിയുടെ പാതയിൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര തന്നെ താഴ്ന്ന കിടയിലുള്ള പ്രവൃത്തി ചെയ്താലും ശരി, അവർ പ്രോഗ്രസീവ് പാത്താണ്. അതേ സമയത്ത് വേറെ ദ നോൺ ഡിവോട്ടീസ് ആർ ഓൺ ദ പാത്ത് ഓഫ് ഫർദർ എൻടാങ്കിൾമെന്റ് ഇൻ ദ മെറ്റീരിയൽ ബോണ്ടേജ്. കൂടുതൽ ബന്ധനത്തിൽ വരികയാണ് നോൺ ഡിവോട്ടീസ്. എത്ര തന്നെ നല്ല ആൾക്കാരാണ് ശരി, മെറ്റീരിയലി സ്പീക്കിംഗ്, കൂടുതൽ ബന്ധനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ് അവർ അഭക്തന്മാര്, നോൺ ഡിവോട്ടീസ്. The criterion of advancement of civilization is whether the people are educated and advanced on the path of salvation. ഇതാണ് ക്രൈറ്റീരിയ. നമ്മളുടെ അഡ്വാൻസ്മെന്റ്, നമ്മളുടെ പ്രോഗ്രസ് സ്പിരിച്വലി നമ്മുടെ എത്ര ഏത് ഗ്രേഡിലാണ്, ഏത് ലെവലിലാണ്, ഇതാണ് അതിൻ്റെ ക്രൈറ്റീരിയ. സ്പിരിച്വലി, ഡിവോഷണലി നമ്മൾ എത്രത്തോളം അഡ്വാൻസ് ആയി. അല്ലാണ്ട് മെറ്റീരിയലി നമ്മൾ എത്ര ഡിഗ്രി എടുത്തു, മെറ്റീരിയലി നമുക്ക് എന്തെല്ലാം പേരും പ്രശസ്തിയും അക്കോളൈറ്റ്സ് ഒക്കെ കിട്ടി, അതല്ല. സ്പിരിച്വലി നമ്മൾ അഡ്വാൻസ് എങ്ങനെ ചെയ്തു, അതാണ് ഇവിടെ ക്രൈറ്റീരിയ. നമ്മൾ സത്സംഗം ചെയ്യുന്നു, ഭഗവത്ഗീത ഭാഗവതം പാരായണം ചെയ്യുന്നു, വീട്ടിൽ ഡെയ്റ്റി വേർഷിപ്പ് ചെയ്യുന്നു, ധാമുകളിൽ പോകുന്നു, നാമജപിക്കുന്നു. ഇതെല്ലാമാണ് നമ്മളെ പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മളുടെ ആ പാപകർമ്മങ്ങളും അപരാധങ്ങളെല്ലാം കുറഞ്ഞുകൊണ്ടേയിരിക്കും ഭഗവാന്റെ കൃപ കൊണ്ട്. അതുകൊണ്ട് നമ്മൾ വി ആർ ടുവേർഡ്സ് ദ പ്രോഗ്രസീവ് പാത്ത്. അഭക്തന്മാർ ഇതൊന്നും ചെയ്യാത്തത് കൊണ്ട് അവര് ദേ ആർ ഗെറ്റിംഗ് എൻടാങ്കിൾ മോർ ആൻഡ് മോർ ഇൻ ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. ഇതാണ് പ്രഭാത് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ദ ബ്യൂട്ടിഫുൾ പർപ്പോട്ട് അല്ലേ? ഇറ്റ്സ് ആൻ ഐ ഓപ്പണർ. ഹരേ കൃഷ്ണ. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്ത കോടി വൈഷ്ണവ की जय, प्रभुपाद की जय, गुरु महाराज की जय, हिताय गो प्रेमानंदे. हरि हरि बोल. हरे कृष्णा.